യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഹലോ ചേട്ടാ, പലിശയ്ക്കായാലും വേണ്ടിയില്ല, ഒന്ന് ശ്രമിച്ചു നോക്കൂ. വളരെ അത്യാവശ്യം. ഓ, ഞാൻ പിന്നെ വിളിക്കാം. സേതുണ്ണ, ഞാൻ 3-4 പേരോട് ചോദിച്ചിട്ടുണ്ട്, പലിശയ്ക്കായാലും വേണ്ടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും ആരും കാശ് തരത്തില്ല രമേശ. ഇതൊക്കെ നമ്മുടെ തലവിധിയാ. നീ വാ, വെല്ലിച്ചൻ പറഞ്ഞ സമയം നമുക്കൊന്ന് പോയി നോക്കാം. അത് വേണോ അണ്ണാ? എനിക്ക് തോന്നുന്നില്ല അണ്ണന്റെ വലിയച്ഛൻ കാശ് വരുമെന്ന്. ഇനി പറഞ്ഞിട്ട് പോയില്ലെന്ന് പറയത്തില്ലല്ലോ. ഭാര്യകളെ രക്ഷിക്കണ്ടടാ. ഇല്ലെങ്കിൽ ഞാൻ അവളെ ഏട്ടനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സൂര്യണ്ണൻ പോയിട്ട് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. പെങ്ങക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ മടിക്കാത്ത ആളാ. ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെ എന്റെ സംശയം. അല്പം മുമ്പ് ഞാൻ വിളിച്ചപ്പോഴും സൂര്യ എടുത്തില്ല, സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ആദ്യം വെല്ലിച്ചൊന്ന് പോയി കാണാം, എന്നിട്ട് മറ്റുള്ള വഴികൾ നോക്കാം. അപ്പേട്ടാ, സേതുവിനെ കാണുന്നില്ലല്ലോ. ഇനി സൂര്യ കാശും കൊണ്ട് വന്നിരിക്കോ? അതെ, പാപ്പേട്ടൻ ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കേ. ഏയ്, അത് വേണ്ട. ഒടുവിൽ കാശ് കിട്ടിയില്ലെങ്കിൽ നമ്മളോട് ചോദിക്കും. അതും ശരിയാ. അപ്പേട്ടാ, അപ്പേട്ടാ, സേതു വരുന്നു. തുടങ്ങിക്കോ. അല്ല, ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിനല്ലേ പ്രഭാകര? എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കേ. പ്രഭാകര, എങ്ങനെയെങ്കിലും ഒന്ന് നോക്കൂ പ്രഭാകര. വല്യമ്മേ. ആ മോനെ, നീ വന്നോ? എന്തായി വല്യമ്മേ കാശിന്റെ കാര്യം? അല്ല, വല്യച്ഛൻ എത്രാമത്തെ ആളെയാ വിളിക്കുന്നറിയോ? ഒരുത്തന്റെ കയ്യിലും കാശില്ലാന്ന്. മീറ്റർ പലിശ വേണമെങ്കിൽ ഞാൻ തരാം പ്രഭാകര. തൽക്കാലം 1 മാസത്തേക്ക് മതി. ഒന്നുകൂടി ശ്രമിച്ചിട്ട് എന്നെ വിളിക്കേ. ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ പ്രഭാകര, ശരി. കാശിന്റെ കാര്യം എന്തായി? പലരോടും ചോദിച്ചിട്ടുണ്ട് സേതു. നമ്മുടെ ബ്ലേഡ് പ്രഭാകരനെ ഞാനിപ്പോ വിളിച്ചത്. കത്തിയാണെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കുന്നവനാ. പക്ഷെ അവന്റെ ആണെങ്കിലും ഇപ്പൊ കാശില്ല. നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വിഷമിക്കാതെ സേതു, നമുക്ക് കിട്ടുമെന്ന് നോക്കാം. സേതു, എന്റെ കയ്യിൽ കൂടിപ്പോയ 10-20,000 രൂപ ഉണ്ടാവും. അത് വേണമെങ്കിൽ ഞാൻ തരാം. അല്ലാതെ ഈ വീട്ടിൽ 1 രൂപ പോലും എടുക്കാനില്ല. അതേടാ സേതു, ഇപ്പൊ പഴയ പോലെ കാറ്ററിംഗ് ഓർഡർ ഒന്നും കിട്ടുന്നുമില്ല. അല്ലടാ, നീ ഹോസ്പിറ്റലൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. ചിലപ്പോ സൂര്യ കാശ് അടച്ചിട്ടുണ്ടെങ്കിലോ? ഇല്ല വെല്ലിച്ച, എങ്കിൽ സൂര്യ എന്നെ വിളിച്ച് പറയുമായിരുന്നു. നോക്കണേ ഓരോരുത്തരുടെ വിധി. എല്ലാവർക്കും വേണ്ടി ഓടി നടന്ന ഭാവനയൊന്ന് വീണപ്പം അവളെ സഹായിക്കാൻ ആരുമില്ല. ഇക്കണക്കിന് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെല്ലാരും ശരിക്കും കഷ്ടപ്പെടുമല്ലോ സേതു. എന്തിനാ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്ന? സേതുണ്ണ ആകെ വിഷമിച്ചിരിക്കുക. അതിന് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയും പറഞ്ഞാ മതിയല്ലോ. നോക്കിക്കോ, പെങ്ങൾക്ക് ഒരാപത്തും സംഭവിക്കില്ല. ദൈവം അത്രയ്ക്ക് ക്രൂരതയൊന്നും പെങ്ങളോടും ആ കുടുംബത്തോടും കാണിക്കില്ല. എന്നിട്ടാണോ ഭാവനയ്ക്ക് ഇത്രയും വലിയൊരു അപകടം നടന്നത്? അതെന്താ, ദൈവത്തിന്റെ ക്രൂരതയല്ലേ? വിട്ടേക്ക്. വിധിയെ തടുക്കാൻ ആർക്കും ആവില്ലല്ലോ.
ഭാവന ഇതുവരെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങള് ദൈവത്തിന് നല്ലതാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾക്കൊന്നും സംഭവിക്കത്തില്ല. ആ ഉറപ്പെനിക്കുണ്ട്. എന്നാ പിന്നെ വേഗം ചെല്ല്. ഇനിയും വൈകിയാൽ ആ ഉറപ്പ് ചിലപ്പോ നഷ്ടപ്പെട്ടാലോ. ചെല്ലടാ. ജാനകി വേണ്ട, നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. വെറുതെ എന്തിനാ ഒരു സംസാരം? അണ്ണാ അണ്ണൻ വാ, ഇവിടെ നിന്ന് ഒന്നും നടക്കാൻ പോകുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. പിടിച്ചു പറയായിരിക്കും. അങ്ങനെയാണെങ്കിലേ പെട്ടെന്ന് പണം കിട്ടും. അയ്യോ, ഞാനൊരു സത്യം പറഞ്ഞതാ. ഇന്നത്തെ കാലത്ത് പലരും ചെയ്യുന്നതും അതാണല്ലോ. അണ്ണാ വന്നേ, ഇനി ഇവിടെ നിന്നാലേ എന്റെ കൺട്രോള് പോവും. എന്താടാ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂന്ന്? ജാനകി വേണ്ട, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. അണ്ണാ അണ്ണൻ വാ 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 അണ്ണാ. എന്റെ രണ്ണ ഓടാ വിളിച്ചോണ്ട്. ഈ വീട്ടിൽ ഒരു രൂപ പോലും ഇല്ലെന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ ഇതങ്ങ് എടുത്തേക്കാം. അവിടെ നിന്നേ. നീ എങ്ങോട്ടാ? ഈ കാശ് സേതുവേട്ടന് കൊണ്ടുപോയി കൊടുക്കാൻ പോവാ. നിനക്ക് ഇവിടെ ഇത്രയും കാശ്? ഇത് എന്റെ കാശാ. ബാക്കിയൊക്കെ വന്നിട്ട് പറയാം. ഇപ്പൊ ഞാനത് കൊണ്ടുപോയി കൊടുക്കട്ടെ. അല്ല എടാ, നല്ല കാശാണല്ലോ. അല്ല എന്നിട്ടും അവൻ ഇത്ര നാൾ പുറത്തു കാണിച്ചോ നോക്കി. നന്ദി കേട്ടവൻ. നമ്മുടെ മുഖത്ത് കരിവാരി തേക്കാനാ ആ കാശും കൊണ്ട് പോയത്. പാപ്പേട്ട, അവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം. ഒഴിവാക്കിയേ പറ്റൂ. വരട്ടെ, പണിയുണ്ട്. സേതുവേട്ടാ, സേതുവേട്ടാ, ഇത് 2 ലക്ഷം രൂപയുണ്ട്. തൽക്കാലം ഇത് പിടിക്കും. നിനക്കിവിടെ നീ കാശ്? അതൊക്കെ പിന്നെ പറയാം. വേഗം പിടിക്കും. എന്നിട്ട് ഇതുകൊണ്ട് ഹോസ്പിറ്റലിൽ അടയ്ക്കും. വാങ്ങിക്കു സേതു അണ്ണാ, ഉള്ളതാവട്ടെ വാങ്ങിക്കു. ഇതാ സേതുവേട്ടാ, വേഗം ചെല്ല്. വരട്ടെ. നീ ആരാ ദാനശീലനോ ഇങ്ങനെ അങ്ങോട്ട് സഹായിക്കാൻ? സോറി ആന്റി, എന്റെ കയ്യിൽ അതിനുള്ള കാശൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഞാൻ ചെറിയൊരു കായംകുളം കൊച്ചുണ്ണിയായതാ. കായംകുളം കൊച്ചുണ്ണിയോ? മനസ്സിലായില്ല. ഉള്ളവന്റെ കയ്യിൽ നിന്നെടുത്ത് ഇല്ലാത്തവന്റെ കൈ കൊടുത്തു, അത്രേ ഉള്ളൂ. പാപ്പേട്ടാ, ഇവൻ ആ കാശ് എവിടുന്നോ മോഷ്ടിച്ചതാണെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതെ ആന്റി, ആരോടും പറയാതിരുന്നാലല്ലേ അത് മോഷണാവൂ. എവിടെ നിന്നാണ് ആ കാശെടുത്തതെന്ന് ഞാൻ പറയാം. എന്നാ പറ. അങ്കിളിന്റെ ബെഡിന്റെ അടിയിൽ നിന്നാ ഞാൻ ആ കാശെടുത്തത്. അതെ അങ്കിളെ, സേതുവേട്ടൻ കാശിന് വേണ്ടി വന്നപ്പോ അങ്കിള് കാശ് കൊണ്ട് ഒളിപ്പിച്ചു വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എടാ മഹാഭാവി, നീ ഞങ്ങളെ കുത്തുവാൾ എടുപ്പിക്കാനാണോ വന്നിരിക്കുന്നേ? ഒരിക്കലും ഇല്ല ആന്റി, ഇതൊരു ആപത്തിനല്ലേ. ഈ കാശ് ഞാൻ എടുത്തെടുത്ത് തന്നെ തിരിച്ചു വെച്ചേക്കാം. ആദ്യം ഭാവനയുടെ ആവശ്യം നടക്കട്ടെ. നീ ചെയ്തത് തീരെ ശരിയായില്ല മോനി. നീ ആരോട് ചോദിച്ചിട്ട് ഞങ്ങളുടെ മുറി കയറിയത്? അതെന്താ അങ്കിളെ, സ്വന്തം മകളുടെ ഭർത്താവിന് അങ്കിളിന്റെ മുറി കയറി കൂടെ? പറഞ്ഞില്ലേ, ഞാൻ ഈ കാശ് തിരികെ തരാം. സൂര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം. ഇവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ കാശെടുത്ത് ഷെൽഫി വെക്കാൻ. അതിന് ഞാൻ അറിഞ്ഞു ഇവൻ ആ കാശെടുത്ത് അവന് കൊടുക്കൂന്ന്. ഇതങ്ങനെ വിട്ടാ പറ്റില്ല ജാനകി. നീ ഇറങ്ങാൻ നോക്ക്, നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. അയ്യോ, അതിന് നമ്മുടെ കൈ കാശില്ലെന്നല്ലേ സേതുവിനോട് പറഞ്ഞത്. പിന്നെന്ത് ചെയ്യും? നീ പോയി റെഡി ആയിട്ട് ഇറങ്ങ്, നമുക്ക് നോക്കാം.